നമസ്കാരം. WMC ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരി നമ്പൂതിരി. ആദ്യം പ്രധാന വാർത്തകൾ. വിശക്കുന്നവർക്ക് വയറൂട്ടാൻ WMCയുടെ വിമൻസ് ഫോറം. മാനവ സേവന ഗാഥ രചിച്ച് WMC വിമൻസ് ഫോറം തിരുക്കൊച്ചി പ്രോവിൻസ് പ്രസിഡന്റ് ഡോക്ടർ നിഷയുടെ പ്രവർത്തനം മാതൃകയാകുന്നു. അപകടം പതിയിരിക്കുന്ന കാനന്റെ പാതകൾ താണ്ടിയുള്ളതാണ് ഡോക്ടർ നിഷയുടെ വേറിട്ട മാനവ സേവ. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനം ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തിന് അഭിമാനകരമെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. WMC അമേരിക്കൻ റീജിയൻ ബൈനിയൽ കോൺഫറൻസും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ CK മേനോന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് WMC ഖത്തർ പ്രോവിൻസ് നടത്തിയ അനുസ്മരണ യോഗം നാനാ തുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത ശ്രദ്ധാഞ്ജലിയായി. വിശക്കുന്നവൻ്റെ വയറൂട്ടാൻ ഭക്ഷ്യധാന്യ കിറ്റുമായി WMC ഗ്ലോബൽ വിമൻസ് ഫോറം രംഗത്ത്. കേരളത്തിൽ കോവിഡ് കാലത്തെ ദുരിതബാധിതർക്കായി വിമൻസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണോദ്ഘാടനം ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. തീരാത്ത കെടുതികൾ സമ്മാനിച്ച് അനന്തമായി മുന്നേറുന്ന കൊറോണ കാലത്തെ ജീവിത ദുരിതങ്ങൾക്ക് ആശ്വാസം പകരാൻ ആരംഭം മുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആഗോള സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ലോക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ കേരളക്കരയിലും മറുനാടുകളിലും നിരാശ്രയർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും മരുന്നും എത്തിക്കാൻ WMC മുൻകൈയെടുത്ത് മാതൃക കാട്ടി. കൊറോണ കാലത്ത് നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഗ്ലോബൽ വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പ്രോവിൻസുകളിലും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. ഈ പ്രത്യേക പദ്ധതിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. സൂം മീറ്റിംഗിലൂടെ ലോകത്തെമ്പാടുമുള്ള 70 പ്രോവിൻസുകളിലെയും നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ പ്രോവിൻസുകളിലെയും വനിതാ ഫോറങ്ങളുടെ സഹകരണത്തോടെ നടത്തിയ ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഗുണഭോക്താക്കൾക്ക് കിറ്റ് വിതരണം ചെയ്യാനായി. ഗ്ലോബൽ വനിതാ ഫോറം പ്രസിഡന്റ് തങ്കമണി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം ചെയർപേഴ്സൺ ഡോക്ടർ സൂസൻ ജോസഫ്, ഇന്ത്യ റീജിയണൽ പ്രസിഡന്റ് സെലീന മോഹൻ, മോളി സ്റ്റാൻലി, ആൻസി ജോയി, എസ്റ്റർ ഐസക്, ഡോക്ടർ ശാലിനി, ലളിത രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കോവിഡ്. ആ കോവിഡിനാൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി കുറച്ച് സഹായ ഹസ്തം നൽകുവാൻ WMC വിമൻസ് ഫോറം തീരുമാനിക്കുകയുണ്ടായി. എല്ലാവർക്കും ഒന്നും സഹായം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയ സഹായം നൽകുന്നതിലേക്ക് വേണ്ടി 1,00,000 രൂപയുടെ ഭക്ഷ്യ കിറ്റുകൾ വാങ്ങി വിതരണം ചെയ്യുവാൻ തീരുമാനിക്കുകയുണ്ടായി. WMC ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ AV അനൂപ, പ്രസിഡന്റ് ജോണി കുരുവിള, സെക്രട്ടറി ജനറൽ CU മത്തായി, വൈസ് പ്രസിഡന്റ് TP വിജയൻ, ഇന്ത്യ റീജിയണൽ പ്രസിഡന്റ് ഷാജി M മാത്യു, ജനറൽ സെക്രട്ടറി ദിനേശ് നായർ എന്നിവർ ആശംസകൾ നേർന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ കിറ്റ് വിതരണ ചടങ്ങിൽ തിരുവിതാംകൂർ പ്രൊവിൻസ് പ്രസിഡന്റ് സാം ജോസഫ്, ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കറിയ, ട്രഷറർ പ്രസാദ് ലക്ഷ്മണൻ എന്നിവരും നേതൃത്വം നൽകി. അന്നേ ദിവസം കോഴിക്കോട് നടന്ന ചടങ്ങിൽ മലബാർ പ്രൊവിൻസ് വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീമതി ലളിത രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രൊവിൻസ് പ്രസിഡന്റ് മെറൂഫ് മണലോടി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KPU അലി, വിമൻസ് ഫോറം സെക്രട്ടറി രഹന ഫാത്തിമ, ഖജാൻജി ശ്രീരേഖ സന്തോഷ്, ഫൗസിയ മുബാഷിർ, സുനിത അസീസ് എന്നിവർ നേതൃത്വം നൽകി. വള്ളുവനാട് പ്രൊവിൻസ് വനിതാ ഫോറം പ്രസിഡന്റ് ഷീബ സുനിലിന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ കൂടിയ യോഗത്തിൽ വനിതാ ഫോറം ഇന്ത്യ റീജിയണൽ പ്രസിഡന്റ് സലീന മോഹൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻസ് ചെയർമാൻ ജോസ് പുതുക്കാട്, വനിതാ ഫോറം സെക്രട്ടറി സാഹ്ന സാദിഖ് അലി, ഖജാൻജി ഡിംപിൾ നരേൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൊല്ലം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കല്ലുവാതുക്കലിൽ നടത്തിയ കിറ്റ് വിതരണ ചടങ്ങിൽ തിരുവിതാംകൂർ വനിതാ ഫോറം പ്രസിഡന്റ് S ഗൗരി അധ്യക്ഷത വഹിച്ചു. അമേരിക്ക റീജിയൻ ചെയർമാൻ ഹരി നമ്പൂതിരി, ഇന്ത്യ റീജിയൻ ഖജാൻജി ഡോക്ടർ നടക്കൽ ശശി, പ്രൊവിൻസ് ട്രഷറർ R വിജയൻ, B ചന്ദ്രമോഹനൻ, സെക്രട്ടറി സൊണാൽ രാജ്,
ചെയർമാൻ കബീർ എം തീപുര എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടറേറ്റ് നേടിയ അംഗം ഡോക്ടർ ബിജുവിനെ ചടങ്ങിൽ ആദരിച്ചു. തിരുക്കൊച്ചി പ്രൊവിൻസ് പ്രസിഡന്റ് ഡോക്ടർ നിഷയുടെ അധ്യക്ഷതയിൽ ചങ്ങനാശ്ശേരിയിൽ നടന്ന യോഗത്തിൽ വനിതാ ഫോറം ചെയർപേഴ്സൺ ഡോക്ടർ വിജയകുമാരി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി മറിറ്റ പയസ്, സിന്ധു കണ്ണൻ, ട്രീസ മാത്യു, മഞ്ജു മിനു, ഗായത്രി, പ്രൊവിൻസ് സെക്രട്ടറി അഡ്വക്കേറ്റ് PS ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് WMC ന്യൂസ്. ഇനി പറയാനുള്ളത് ഒരു വനിതയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വേറിട്ടതും സാഹസിക നിറഞ്ഞതുമായ മാനവ സേവന ഗാഥയാണ്. വിമൻസ് ഫോറം തിരുക്കൊച്ചി പ്രൊവിൻസ് പ്രസിഡന്റ് ഡോക്ടർ നിഷ ഒരു നിയോഗം പോലെ ആദിവാസി മേഖലയിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. അപകടം പതിയിരിക്കുന്ന കാനന പാതകൾ താണ്ടിയുള്ള ഡോക്ടർ നിഷയുടെ വേറിട്ട മാനവ സേവാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കാണാം. കേരളത്തിലെ ഉൾക്കാടുകളിലെ ഒറ്റപ്പെട്ട ഊരുകളിൽ കഴിയുന്ന ആദിവാസി സമൂഹത്തിലെ ദുരിതജീവിത കഥകളും പട്ടിണി മരണങ്ങളും പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങളുടെ മരണവുമുണ്ടാകുമ്പോൾ മാത്രമേ പുറം ലോകം അറിയാറുള്ളൂ. ചില പ്രത്യേക ആദിവാസി ഗോത്രങ്ങൾ ഇപ്പോഴും സാധാരണ ജീവിത സൗകര്യങ്ങൾ അന്യമായ ഉൾക്കാടുകളിൽ മാത്രം കഴിയാൻ ആഗ്രഹിക്കുന്നതിനാൽ സഹായമെത്തിക്കുക എന്നത് ഏറെ ദുഷ്കരമാണ്. എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഹോമിയോ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ നിഷയ്ക്ക് ആദിവാസി മേഖലയിൽ സാമൂഹ്യ സേവനം ചെയ്ത പരിചയമുള്ളതിനാൽ വാരാന്ത്യങ്ങളിൽ മലപ്പുറം, വയനാട് ജില്ലകളിലെ ആദിവാസി ഊരിൽ മരുന്ന്, വസ്ത്രം, ആഹാര സാധനങ്ങൾ എന്നിവയുമായുള്ള യാത്ര തുടരുകയാണ്. കുട്ടികൾ, ഗർഭിണികൾ, വൃദ്ധർ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകളും ഏറെ ആശ്വാസമേകുന്നു. കാട്ടാനകൾ പലപ്പോഴും യാത്ര തടസ്സപ്പെടുത്താറുണ്ടെങ്കിലും നിഷയുടെ നിശ്ചയദാർഢ്യം ഈ ഭീഷണികളെ വകവയ്ക്കാതെ മുന്നേറുന്നു. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാനനപാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നതിലും മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളായതിനാലും മുൻകൂർ പോലീസ് അനുവാദം നേടിയാണ് ഓരോ സേവനയാത്രയും. ഓൾ കേരള തന്നെ കോട്ടയം, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ ഇതുപോലെ ജീവനത്തിൻ്റെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പറവൂർ സ്റ്റേഷൻ, ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നമ്മൾ കുന്നകര പഞ്ചായത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഈ നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് അതിജീവനം ഫൗണ്ടേഷൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ബ്ലഡ് ഡോണേഴ്സ് ഫോറം സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ നിഷ വിഭാവനം ചെയ്ത ബ്ലഡ് ഫോർ ബേബി എന്ന പദ്ധതിയിലൂടെ പ്രസവ സമയത്ത് രക്തമാവശ്യമുള്ള ഗർഭിണികൾക്ക് സഹായമൊരുക്കുന്നു. അഗതികളുടെയും വയോജനങ്ങളുടെയും ക്ഷേമത്തിന് ഏറെ സമയം ചിലവഴിക്കുന്ന നിഷയുടെ പ്രവർത്തനത്തിന് തുണയായി അതിജീവനം ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തകരും ഉണ്ട്. വയനാട്, അട്ടപ്പാടി, നിലമ്പൂർ, അഗസ്ത്യകൂടം വനവാസി മേഖലയിൽ ആദിവാസി ഊരുകളിലും നഗരപ്രാന്ത പ്രദേശങ്ങളിലും സഹായം തേടി ആളുകൾ എത്തുന്നതിനാൽ യാത്രയിൽ പോലീസ്, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ നൽകി വരുന്നു. നിരവധി സ്ഥലങ്ങളിൽ അഗതികൾക്ക് ആശ്വാസമായി മാറിയ ഡോക്ടർ നിഷയുടെ വേറിട്ട മാനവസേവന പ്രവർത്തനങ്ങൾ ഏറെ സാഹസികത നിറഞ്ഞതുമാണ്. WMC ന്യൂസ്, കൊച്ചി. WMC കുവൈറ്റ് പ്രോവിൻസ് ഭാരവാഹികളും കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി. മലയാളിയായ അംബാസിഡർ സിബി ജോർജ് കൂടിക്കാഴ്ചയിൽ മലയാളികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം ചോദിച്ചറിഞ്ഞതായി WMC ഭാരവാഹികൾ അറിയിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ കുവൈറ്റ് പ്രൊവിൻസ് ഭാരവാഹികൾ ഇന്ത്യൻ അംബാസഡർ സിബി ജോർജുമായി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം അഭിമുഖീകരിക്കുന്ന തൊഴിൽ, താമസം, യാത്ര തുടങ്ങി എംബസി മുൻകൈയെടുത്ത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അംബാസഡറെ നേരിൽ അറിയിക്കുകയും സാധ്യമായ ഇടപെടലുകൾ നടത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും കുവൈറ്റ് ഇന്ത്യ ഉഭയകക്ഷി ബന്ധം ദൃഢപ്പെടുത്താനും തൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് ഞങ്ങളുടെ സന്ദർശന വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ WMCയെ പറ്റി അദ്ദേഹത്തിന് അറിയാമെന്നും താൻ സ്വിറ്റ്സർലൻഡിൽ സ്ഥാനപതിയായിരുന്നപ്പോൾ WMCയുടെ ഒഫീഷ്യൽസ് അദ്ദേഹത്തെ ബന്ധപ്പെടാറുണ്ടായിരുന്നുവെന്നും ഞങ്ങളോട് പറയുകയുണ്ടായി. WMC കുവൈറ്റ് പ്രൊവിൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തദവസരത്തിൽ അദ്ദേഹം ആശംസകൾ നേർന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ ആഗോളതലത്തിലും കുവൈറ്റ് പ്രൊവിൻസിലും ആയി നടത്തപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പരിപാടികളെക്കുറിച്ചും സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങളും അംബാസിഡറുമായി പങ്കുവച്ചു.
സംഘടനയുടെയും എംബസിയുടെയും പ്രവർത്തനങ്ങളിൽ പരസ്പര സഹകരണം ഉറപ്പുവരുത്തുകയും ചെയ്യുകയുണ്ടായി. കൂടിക്കാഴ്ചയിൽ പ്രൊവിൻസ് ചെയർമാൻ BS പിള്ള, വൈസ് പ്രസിഡന്റുമാരായ കിഷോർ സെബാസ്റ്റ്യൻ, സന്ദീപ് മേനോൻ, ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് മാട്ടുവയിൽ, ട്രഷറർ ജെറൽ ജോസ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ ജോസി കിഷോർ, മീഡിയ കോർഡിനേറ്റർ സിബി താഴത്തുവരിക്കൽ എന്നിവർ പങ്കെടുത്തു. WMC ന്യൂസ്, കുവൈറ്റ്. WMC ന്യൂസിൽ ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. WMC അമേരിക്ക റീജിയൻ ബൈനിയൽ കോൺഫറൻസും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. കേരള നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനം ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തിന് അഭിമാനകരമെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് പ്രവാസി മലയാളികളുടെ സംഭാവന നിസ്തുലമാണെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനം ലോക മലയാളി സമൂഹത്തിന് അഭിമാനമാണ്. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ ദ്വത്സര സമ്മേളന ഉദ്ഘാടനം നിർവഹിച്ച സൂം മീറ്റിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക മലയാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി 25 വർഷമായി പ്രവർത്തിക്കുന്ന വേൾഡ് മലയാളി കൗൺസിൽ മലയാള ഭാഷയുടെ പ്രചാരണത്തിനും ലോക കേരള സഭയ്ക്കും നൽകി വരുന്ന പിന്തുണ അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളി കൗൺസിലിന്റെ അമേരിക്കൻ റീജിയൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരൻ, ലോകത്താകമാനമുള്ള മലയാളികളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ട് ഇനിയും നിങ്ങൾക്ക് പടർന്നു പന്തലിക്കാൻ കഴിയും ആഗ്രഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അമേരിക്കൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ റീജിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് സന്തോഷപൂർവ്വം അറിയിച്ചു. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ പ്രസിഡന്റ് ജെയിംസ് കൂടൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലം പ്രൊവിൻസുകൾ നൽകിയ പിന്തുണയ്ക്ക് ജെയിംസ് കൂടൽ നന്ദി പറഞ്ഞു. സിൽവർ ജൂബിലിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്ലോബൽ വില്ലേജ് പ്രോജക്ടിന് അമേരിക്കയിൽ നിന്നും 6 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നും ജെയിംസ് കൂടൽ അറിയിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെയർമാൻ ഹരി നമ്പൂതിരി, പ്രസിഡന്റ് തങ്കമണി അരവിന്ദ്, വൈസ് ചെയർമാൻ ഘോഷി ഒ തോമസ്, വൈസ് ചെയർമാൻ ഡോക്ടർ സോഫി വിൽസൺ, വൈസ് പ്രസിഡന്റ് ജേക്കബ് കുടശനാട്, വൈസ് പ്രസിഡന്റ് വിദ്യാ കിഷോർ, വൈസ് പ്രസിഡന്റ് ഷാലു പൊന്നൂസ്, ബിജു ചാക്കോ, അനിൽ കൃഷ്ണൻകുട്ടി, തോമസ് ചെല്ലത്, സിസിൽ ജോയി, ഡോക്ടർ നിഷ പിള്ളൈ, മില്ലി ഫിലിപ്പ്, ജോർജ് ഈപ്പൻ, ജിമ്മി സ്കറിയ, സാബു കുര്യൻ, ബൈജുലാൽ ഗോപിനാഥൻ, ലക്ഷ്മി പീറ്റർ എന്നിവരാണ് ചുമതലയേറ്റത്. ഉപദേശക സമിതി ചെയർമാനായി തോമസ് മാത്യുവും അംഗങ്ങളായി ജെയിംസ് കൂടൽ, വർഗീസ് തെക്കേക്കര എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സ്ഥാപക നേതാവ് ആൻഡ്രൂ പാപ്പച്ചൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ റീജിയൻ നേതാക്കളും പ്രവർത്തകരും കോൺഫറൻസിൽ പങ്കെടുത്തു. തിരുവിതാംകൂർ രാജ്ഞി ഗൗരി പാർവതി ബായ്, റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, മുൻ അംബാസഡർ TP ശ്രീനിവാസൻ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ നേതാക്കളായ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, AV അനൂപ്, ജോണി കുരുവിള, CU മത്തായി, SK ചെറിയാൻ, പോൾ പാറപ്പള്ളി, ഷാജി മാത്യു, ചാൾസ് പോൾ, രാജീവ് നായർ, ഡേവിസ് തെക്കുംതല, സിസിലി ജേക്കബ്, ജോസഫ് കിള്ളിയാൻ, ബേബി മാത്യു സോമതീരം, തങ്കമണി ദിവാകരൻ, ശാന്ത പോൾ, സ്ഥാപക നേതാക്കളായ ആൻഡ്രൂ പാപ്പച്ചൻ, തോമസ് മാത്യു, വർഗീസ് തെക്കേക്കര, ഡോക്ടർ ജോർജ് ജേക്കബ്, ഫോർമർ പ്രസിഡന്റ് അനിയൻ ജോർജ്, മാധവൻ നായർ, പ്രസ് ക്ലബ് ചെയർമാൻ ഡോക്ടർ ജോസഫ് ചാലിൽ, യൂത്ത് ഫോറം പ്രസിഡന്റ് രാജേഷ് ജോണി, വിമൻ ഫോറം പ്രസിഡന്റ് തങ്കമണി ദിവാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. സമാപന സമ്മേളനത്തിൽ സ്ഥാപക നേതാക്കൾ പരേതരായ TN ശേഷൻ, KPP നമ്പ്യാർ, ഡോക്ടർ ബാബു പോൾ, മലയാളി ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ സുദർശൻ, ഡോക്ടർ ശ്രീധർ കാവിൾ എന്നിവർ നൽകിയ സേവനങ്ങളെ അനുസ്മരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. അമേരിക്കയിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ വേരുകൾ കന്നഡ മുതൽ ടെക്സസ് വരെ 10 പ്രൊവിൻസുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. പ്രസിദ്ധ നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിയുടെ ലൈവ് പ്രോഗ്രാം, റുബീന സുധർമാൻ അവതരിപ്പിച്ച മോഹിനിയാട്ടവും നിമ്മിദാസ് അവതരിപ്പിച്ച കുച്ചിപ്പുടിയും കോൺഫറൻസിനെ കൂടുതൽ ആകർഷകമാക്കി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഹരി നമ്പൂതിരിയും പ്രസിഡന്റ് തങ്കമണി അരവിന്ദും മറുപടി പ്രസംഗം നടത്തി. കോൺഫറൻസിന് കോർഡിനേറ്റർമാരായ സിനു നായർ, ജിനേഷ് തമ്പി, പ്രകാശ് ജോസഫ്, ഡോക്ടർ ഗോപിനാഥൻ, വർഗീസ് P. എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. കോൺഫറൻസ് ചീഫ് കോർഡിനേറ്റർ സിനു നായർ സ്വാഗതവും ജിനേഷ് തമ്പി കൃതജ്ഞതയും പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, WMC ന്യൂസ്. പത്മശ്രീ CK മേനോന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് WMC ഖത്തർ പ്രോവിൻസ് നടത്തിയ അനുസ്മരണ യോഗം നാനാ തുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത ശ്രദ്ധാഞ്ജലിയായി. അകാലത്തിൽ വിട പറഞ്ഞ CK മേനോൻ എന്ന നന്മ മരത്തിൻ്റെ മഹത്വം വിവരിക്കാൻ
രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അണിനിരുന്നു. Ladies and gentlemen, today we are gathered here to remember our Menon sir on his first death anniversary and paying homage to him with eminent personalities, community leaders, well-wishers and people from all walks of the life. I request our Honorable President Girish Kumar to carry forward and to give the presidential address. Respected dignitaries, His Excellency Sri P.S. Sridharan Pilla sir, the Governor of Mizoram, India, and the Honorable Leader of Opposition Sri Ramesh Chennittalaji, respected former Governor. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു നിയാമക ശക്തിയായി നന്മയുടെ വലിയൊരു പ്രകാശഗോപുരമായി നിലനിന്നയാളാണ് മേനോൻ സാർ. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പരിശോധിച്ചാൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി ധാരാളം നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഒരു മഹത് വ്യക്തിയായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഈ കോവിഡ് കാലമായിരുന്നില്ല എങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മേനോൻ സാറിൻ്റെ അനുസ്മരണം ഇന്ന് നടക്കേണ്ട ഒന്നായിരുന്നു. ബഹുമാനിയായ CK മേനോൻ നമ്മുടെ നാടിനും ജനങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുള്ള ഒട്ടേറെ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളും ഉപകാരങ്ങളും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. ഇപ്പോൾ CK നമ്മോടൊപ്പം ഇല്ല, വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം എവിടെയോ ജീവനോടെ ഉണ്ട്, നമ്മോടൊപ്പം ഉണ്ടെന്ന വിശ്വാസമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. That being a successful entrepreneur means more than starting new ventures every other day. It means the right attitude. ഇന്ന് ഒരു വർഷം തികയുകയാണ്. എൻ്റെ പിതാവ് ശ്രീ പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ ഈ ഭൂമി ലോകത്ത് വിട്ട് വരുന്നതിന് ശേഷം അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാനും അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങളെ കുറിച്ച് ഓർക്കാനുമായിട്ടുള്ളൊരു വീരവേദി ഏർപ്പെടുത്തിയ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഒന്നുകൂടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തും. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സ്നേഹം. അദ്ദേഹത്തിന്റെ ആ ധീരമായ പ്രവർത്തനം, സഹിഷ്ണുതയുള്ള പ്രവർത്തനം, കരുണയുള്ള പ്രവർത്തനം നമുക്കെല്ലാവർക്കും ഒരു ജീവിത പാഠമാകട്ടെ. ഇത്രയും സമ്പന്നമായി ഇത്രയും ഫിലോസഫി ചെയ്ത ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. Whoever has spoken the essence, the relationship everybody had with him. അദ്ദേഹത്തോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് പിന്നെ രണ്ടാമതൊരു ആലോചനയില്ല. He always been professional in his way of conducting business. വളരെ ഇൻസ്പയർഡ് ആയിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ലീഡറുമായിട്ട്, അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനായിട്ട് ഇടപഴകാൻ സാധിച്ചതിനുള്ള നല്ല ഓർമ്മകൾ. ഓരോ പ്രവാസികൾക്കും മാതൃകാപരമായ ഒരു ജീവിതം. മേനോൻ എന്ന് പറയുന്ന വലിയ വ്യക്തി നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓർക്കുക. ലോകത്തിന് മുന്നിൽ മലയാളി ലെജൻഡിനെ നമുക്ക് അഭിമാനത്തോടുകൂടി പ്രസന്റ് ചെയ്യാൻ സാധിച്ച ആളാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഖത്തറിൽ ചെല്ലുന്ന കാലം മുതൽ മേനോൻ സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്കൊപ്പം ദീപാവലിയും കേരളപ്പിറവി ദിനവും ഒന്നിച്ചാഘോഷിച്ച് WMC സിഡ്നി പ്രോവിൻസ്. സൂമിലൂടെയുള്ള ആഘോഷത്തിന് വിസ്മയം തീർക്കാൻ പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് മുഖ്യ അതിഥിയായി എത്തിയിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ഫാർ ഈസ്റ്റ് റീജിയൻ സിൽവർ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും ആഘോഷപ്പൊലിമയോടെ നടത്തി. പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് പ്രത്യേക അതിഥിയായി പങ്കെടുത്തു. WMC ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, ഗ്ലോബൽ പ്രസിഡന്റ് ജോണി കുരുവിള, ഡോക്ടർ SS ലാൽ, നാട്യമയൂരി ഷീല നായർ, ടാനിയ എബ്രഹാം തുടങ്ങിയവരും പങ്കെടുത്തു. WMC ഫാർ ഈസ്റ്റ് റീജിയൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ചെയർമാൻ ഇർഫാൻ മാലിക് പരിപാടി നിയന്ത്രിച്ചു. Celebrate and reflect on past 25 years of World Malayali Council globally and especially in this region as well. ദീപാവലിയുടെയും കേരളപ്പിറവിയുടെയും സന്ദേശം കൈമാറിയ ഈ സൂം മീറ്റിംഗിൽ ഫാർ ഈസ്റ്റ് റീജിയനിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോലും ധാരാളം മലയാളികൾ പങ്കെടുത്തു. WMC വൺഫെസ്റ്റ് മത്സരങ്ങളിൽ ഫാർ ഈസ്റ്റ് റീജിയനിൽ നിന്നും പങ്കെടുത്തു വിജയിച്ച കലാകാരന്മാരെ പരിപാടിയോടനുബന്ധിച്ച് ആദരിക്കുകയുണ്ടായി. WMC ഫാർ ഈസ്റ്റ് റീജിയണൽ നേതാക്കളായ രാജീവൻ നായർ, ഗോപവർമ്മ, അബ്ബാസ് ചേരാട്ട്, സ്റ്റീഫൻ അനന്തസ്, ഇർഫാൻ മാലിക്, സന്തോഷ് നായർ, അജിത് മേനോൻ, ബാബു വർഗീസ്, അജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. WMC ന്യൂസ് ഫാർ ഈസ്റ്റ്. WMC ന്യൂസിൽ ഇനി വേറിട്ട കാഴ്ചകൾ.
ഓസ്ട്രേലിയയിലെ സിഡ്നി ശക്തി ടെമ്പിളിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഈ വാർത്ത. ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൽ സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും കൂടി മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. നമ്മുടെ പ്രതിനിധി സീമ ബാലസുബ്രഹ്മണ്യം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയ മൾട്ടി കൾച്ചറലിസത്തിന് പേര് കേട്ട നാടാണ്. സിഡ്നിയിലെ ശക്തി ടെമ്പിൾ ലോകത്തിന് മുന്നിൽ ഇന്ന് മാതൃകയാക്കിയാണ്. 1878 ഡിസംബറിൽ ആദ്യമായി തുറന്നുകൊടുത്ത ക്രൈസ്തവ ആരാധനാലയത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച മൺകട്ടകൾ സിഡ്നി ശക്തി ടെമ്പിളിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തി ചർച്ചിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരിക്കുകയാണ് സിഡ്നി ശക്തി ടെമ്പിൾ. ദേവാലയ ശുശ്രൂഷ ചെയ്തിരുന്ന അതേ ഇടത്തിലാണ് വിഗ്രഹ പൂജയും നടന്നുവരുന്നത്. പുതുതായി നിർമ്മിച്ച ക്ഷേത്രത്തിലേക്ക് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ക്രൈസ്തവ ആരാധനാലയം എഡ്യൂക്കേഷണൽ സെന്ററായി ഉപയോഗിക്കുമെന്ന് സിഡ്നി ശക്തി ടെമ്പിൾ സെക്രട്ടറി ശ്രീ മുത്തു മേനോൻ അറിയിച്ചു. This temple is registered as Sydney Shakti Cultural and Education. ഒരു ഹൈന്ദവ ആരാധനാലയം മാത്രമായി ഒതുങ്ങി നിൽക്കാതെ കമ്മ്യൂണിറ്റിക്കും കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ ഒരു ചാരിറ്റിയായി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള പര്യടന പരിപാടികളും കമ്പ്യൂട്ടർ വിജ്ഞാനത്തിനായി ക്ലാസുകളും ഹിന്ദി തമിഴ് ക്ലാസുകളും ഫിജി ഇന്ത്യൻ സംസ്കാരം നിലനിർത്തുന്നതിനായി മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ ആൻഡ് ഡാൻസ് ക്ലാസുകളും സൗജന്യമായി നടത്തിവരുന്നു. ലോകത്തുള്ള ഓരോ ആരാധനാലയങ്ങളും മതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ സമൂഹത്തിനു കൂടി പ്രയോജനകരമാകും വിധത്തിലുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സിഡ്നിയിൽ നിന്നും ജീവൻ ടിവിക്ക് വേണ്ടി ബിഹൈൻഡ് ദ സ്ക്രീൻ ആൻഡ് ബിഫോർ ദ ക്യാമറ ബീന സി മേനോനോടൊപ്പം സീമ ബാലസുബ്രഹ്മണ്യൻ. WMC ന്യൂസിൽ വീണ്ടും ഒരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. WMC അജ്മാൻ പ്രോവിൻസ് 2020-2022 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് KP വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ AV അനൂപ്, ഗ്ലോബൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിൻ TP വിജയൻ, മിഡിൽ ഈസ്റ്റ് റീജിയൻ ചെയർമാൻ ഡോക്ടർ മനോജ് തോമസ്, പ്രസിഡന്റ് ചാൾസ് പോൾ, ട്രഷറർ രാമചന്ദ്രൻ പേരാമ്പ്ര എന്നിവർ പങ്കെടുത്തു. റീജിയൻ നോമിനേഷൻസ് ആൻഡ് ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ ജോർജ് കളിയാടൻ പുതിയ ഭാരവാഹികളായ KP വിജയനെ ചെയർമാനായും വിശാഖ് ശ്രീകുമാറിനെ പ്രസിഡന്റായും ജോഫി ഫിലിപ്പിനെ ജനറൽ സെക്രട്ടറിയായും സക്കീർ ഹുസൈനെ ട്രഷററായും തിരഞ്ഞെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ KP വിജയൻ, WMC അജ്മാൻ പ്രൊവിൻസിൻ്റെ ചെയർമാൻ. ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വേൾഡ് ലീഡേഴ്സ് എല്ലാവരും സന്നിഹിതരായിരുന്നു. ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാം തന്നെ വളരെ ആക്റ്റീവാണ്. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. WMC അജ്മാൻ പ്രൊവിൻസ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നെറുകയിലെ ഒരു പൊൻതൂകലാകാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ ശൈലിയിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടി ജഗദീശ്വരൻ്റെ അനുഗ്രഹവും ലീഡേഴ്സിൻ്റെ ഹെൽപ്പും ഞങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് എല്ലാ സമയത്തും ഒരു കൈത്താങ്ങായി നമ്മളുടെ ഈ കൊറോണ സീസണിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിവ് നൽകി. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കഴിഞ്ഞ ഞങ്ങളുടെ സാരഥികളും ഇപ്രാവശ്യം പുതിയ സാരഥികളും എല്ലാവരും ഒരു കെട്ടായി നിന്ന് വേൾഡ് മലയാളി കൗൺസിലിനെ മുന്നോട്ട് നയിച്ച് WMCക്ക് ഒരു നല്ല താങ്ങായി നിൽക്കും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശക്കുന്നവർക്ക് വയറൂട്ടാൻ WMCയുടെ വിമൻസ് ഫോറം. മാനവ സേവന ഗാഥ രചിച്ച് WMC വിമൻസ് ഫോറം തിരുക്കൊച്ചി പ്രോവിൻസ് പ്രസിഡന്റ് ഡോക്ടർ നിഷയുടെ പ്രവർത്തനം മാതൃകയാകുന്നു. അപകടം പതിയിരിക്കുന്ന കാനന പാതകൾ താണ്ടിയുള്ളതാണ് ഡോക്ടർ നിഷയുടെ വേറിട്ട മാനവ സേവ. വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രവർത്തനം ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തിന്
അഭിമാനകരമെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. WMC അമേരിക്കൻ റീജിയൻ ബൈനിയൽ കോൺഫറൻസും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ CK മേനോന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് WMC ഖത്തർ പ്രോവിൻസ് നടത്തിയ അനുസ്മരണ യോഗം നാനാ തുറകളിൽപ്പെട്ടവർ പങ്കെടുത്ത ശ്രദ്ധാഞ്ജലിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. പുതിയ ലോകവാർത്തകളുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. ഹരി നമ്പൂതിരി സൈനിങ് ഓഫ് ഫോർ WMC ന്യൂസ്.